ദീദിയെ ആലോചിക്കുമ്പോഴെല്ലാം, ദീദി എന്ന് പറയുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിവേകാനന്ദ സ്വാമിയുടെ രൂപം കൂടിയാണ്. സ്വാമിജിയെ ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനും സ്വാമിജിയെ നമുക്ക് പറഞ്ഞു തരാനും സാധിക്കുന്നത് ദീദിക്കായിരിക്കും. ഒരിക്കൽ സ്വാമിജിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. സ്വാമിജിയോട് അന്നത്തെ മാധ്യമ പ്രവർത്തകരായിരിക്കണം ചിലർ ചോദിച്ചു, ഈ വിധവകളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക, സ്ത്രീകളെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്ന് വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു. അപ്പോൾ സ്വാമിജി പറഞ്ഞ മറുപടി അതങ്ങനെ തന്നെ ഞാൻ വായിക്കാം. Am I a widow that you ask me that nonsense? Am I a woman that you ask me that question again and again? Who are you to solve women's problem? Are you the Lord God that you should rule over every widow and every woman? Hands off. They will solve their own problems. ആ അവസാനത്തെ വാചകം സ്വാമിജി പറഞ്ഞത്, they will solve their own problems. ഇന്നും നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. നമ്മളെല്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം, അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് എന്നൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ കേൾക്കാറുണ്ട്. വാസ്തവത്തിൽ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒരുപക്ഷെ നമ്മളെക്കാളും പുരുഷന്മാരെക്കാൾ ഭംഗിയായിട്ട് ഒരു സ്ത്രീ തനിച്ച് സർവൈവ് ചെയ്യും, പക്ഷെ ഒരു പുരുഷന് തനിച്ച് സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു സ്റ്റഡിയുണ്ട്. ഒരു പുരുഷൻ എപ്പോഴും സ്ത്രീയോട് ബന്ധപ്പെട്ടിരിക്കണം, അല്ലാണ്ട് സ്ത്രീയല്ല എന്താ പറയുക സ്വാതന്ത്ര്യം അർഹിക്കാത്തത്. പുരുഷന് സ്ത്രീയിൽ നിന്നാണ് സ്വാതന്ത്ര്യമില്ലാത്തത്. പുരുഷൻ എപ്പോഴും അവളോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. സ്ത്രീ അവളുടെ പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുന്നു എന്ന് പറയുന്നത് അമ്മ ദീദി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ദീദിയുടെ അനുഭവങ്ങളിലൂടെ? ഈ വേദിയിൽ നമ്മൾ കേട്ടു, അമ്മമാരാണ് കൂടുതൽ ശക്തിയും നമുക്കുള്ള അറിവും എല്ലാം തരുന്നതെന്ന്. അത് വളരെ വാസ്തവമാണ്. ഭാരതത്തിലെ സ്ത്രീകൾക്ക് അവർ വലിയ കാര്യമായിട്ട് കോളേജിൽ പോവുകയോ പഠിപ്പിക്കുകയോ പ്രൊഫസറാവുകയൊന്നും ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത്. എൻ്റെ അമ്മ 7ാം ക്ലാസ് വരെ മറ്റേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എവിടെ നിന്നോ അവരുടെ ഉള്ളിൽ നിന്ന് ചില അറിവുകൾ, വിവേകം എല്ലാം അവർക്ക് വരാറുണ്ട്. അതാണ് അത്ഭുതമായിട്ടുള്ളത്. അവിടെയാണ് ഞാൻ ഈ കൂടുതൽ അദ്വൈതഭാവം ഉൾക്കൊള്ളും തോറും നമ്മളുടെ മനസ്സ് വികസിക്കുകയും ആ വികാസത്തിൽ പ്രാപഞ്ചിക ശക്തികൾ നമ്മളെ അനുഗ്രഹിക്കാൻ എത്തുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അമ്മ ചെറിയ കാര്യങ്ങളിൽ കൂടെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുന്നു. എന്നോട് പലരും വന്ന് ചോദിക്കും, ദീദിക്ക് സുഖമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ദുഃഖമേ ഇല്ല, ദുഃഖത്തിന് എൻ്റെ അടുത്ത് വരാൻ പോലും സാധിക്കില്ല. എന്നുവെച്ചാൽ ഞാൻ സുഖത്തിൻ്റെ പിന്നാലെ ഓടാറില്ല. സുഖത്തിൻ്റെ പിന്നാലെ ഓടുന്നവർക്കാണ് ദുഃഖം വരിക. ദുഃഖം സുഖത്തിൻ്റെ ഒരു ഛായയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ദുഃഖവുമില്ല ഒരിക്കലും. അമ്മ പറയാറുണ്ട്, മക്കളെ, ജീവിതത്തിൽ അനുഭവങ്ങളാണുള്ളത്. നിനക്കിഷ്ടമുള്ളതിനെ നീ സുഖം എന്ന് വിളിക്കും, നിനക്കിഷ്ടമില്ലാത്തതിനെ നീ ദുഃഖം എന്ന് വിളിക്കും. രണ്ടും ഈശ്വരൻ നിനക്ക് അയക്കുന്ന സന്ദേശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന സന്ദേശം എന്താണ് എന്ന് കണ്ടാൽ നിനക്ക് ഉയരാനും വളരാനുമൊക്കെ സാധിക്കും. അങ്ങനെ കൊച്ചു കാര്യങ്ങളിൽ കൂടി വലിയ ഫിലോസോഫിക്കൽ ട്രൂത്ത്സ് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അമ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയാൻ കാരണം, ഞാൻ BSc പഠിച്ച് പാസ്സായി. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ സാധാരണ, അതായത് 1954 ഞാൻ BSc പാസ്സായത്. ചേച്ചിമാരുടെ 3 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ 4ാമത്തെ ഒരാൾ വേറൊരു വഴിക്ക് പോകുക എന്നതിനെപ്പറ്റി ചിന്ത തന്നെ ഇല്ല. പിന്നെ അന്നത്തെ കാലത്ത് അച്ഛനൊന്നും നമ്മളോട് ചോദിക്കാറില്ലല്ലോ, അവരൊക്കെ നിശ്ചയിക്കുകയല്ലേ പതിവുള്ളൂ. അപ്പോൾ വേഗം അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു പ്രപ്പോസൽ വന്നു. നാളെ എന്നെ കാണാൻ വരികയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വല്യമ്മയുടെ മകളുണ്ട്, ഭാഗീരഥി മേനോൻ, അഡ്വക്കേറ്റാണ്. ഭായി ചേച്ചി വന്നിട്ട് പറഞ്ഞതേ, അതെ നിൻ്റെ റിസൾട്ടൊക്കെ വന്നു, ഇനിയിപ്പോൾ BSc ഒക്കെ കഴിഞ്ഞില്ലേ,
ഇനിയിപ്പോൾ ദേ നാളെ കല്യാണത്തിന്. കല്യാണം? ആര് പറഞ്ഞു എനിക്ക് കല്യാണം വേണമെന്ന്? ഞാൻ കല്യാണമൊന്നും കഴിക്കില്ല. എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം, എനിക്ക് വിവേകാനന്ദ സ്വാമിയെ സേവിക്കണം, അതിന് ആദ്യപടിയായിട്ട് എനിക്ക് സയൻറ്റിസ്റ്റ് ആവണം. അച്ഛനോട് പറഞ്ഞു. അന്ന് അച്ഛനോടൊന്നും സംസാരിക്കില്ലേ, അച്ഛൻ ജഡ്ജിയല്ലേ, കാണുന്നത് തന്നെ വല്ലപ്പോഴാണ്. 5:30 മണിയാകുമ്പോഴത്തേക്കും ഓഫീസിലേക്ക് പോകും. രാത്രി കാണലും സംസാരിക്കലൊന്നുമില്ല. അച്ഛൻ വന്നാൽ ഞങ്ങളൊക്കെ എണീറ്റ് കുമ്പിട്ട് നിൽക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അച്ഛനോട് നേരിട്ട് പോയി പറയാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പോൾ വേഗം ഭായിച്ചേച്ചി പോയിട്ട് പറഞ്ഞു, അവൾക്ക് വിവാഹം വേണ്ട, അവൾക്ക് പഠിക്കണം എന്നാണ് പറയുന്നത്, MSc പോകണത്രേ. ഒരു വാക്ക് ഇത് പറയാതെ, ദേഷ്യപ്പെടാതെ ഉടനെ തന്നെ ഒരു സെർവൻറ്റിനെ വിളിച്ചൊരു എഴുത്ത് കൊടുത്തയച്ചവരുടെ ജനറേഷൻസ് ഹവ് ചേഞ്ച്ഡ്. എൻ്റെ മകൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അവൾക്ക് പഠിക്കണമെന്ന് പറയുന്നു. ഐ എം സോ സോറി, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, എന്നോട് ക്ഷമിക്കണം എന്ന് അച്ഛൻ മാപ്പ് ചോദിച്ചു. അമ്മയും അതിന് കൂടെ നിന്നു. അതേമാതിരി എനിക്ക് MSc പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ, അന്നത്തെ കാലത്തെ ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്തിട്ടും എൻ്റെ അച്ഛൻ്റെ പെൻഷൻ 135 രൂപയായിരുന്നു. കുട്ടികളാണെങ്കിൽ ഞങ്ങൾ 10 പേര്. അപ്പോൾ എന്നെ MScക്ക് അയച്ച് പഠിപ്പിക്കാമെന്ന് പറയുന്നതൊക്കെ കുറേ കഷ്ടമാണ്. അപ്പോൾ അച്ഛനിങ്ങനെ വിചാരിക്കുകയാണ്, ഇവിടെ MScക്ക് പോകണമെന്ന് പറയേണ്ടത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ, MSc എന്താ ചെയ്യണേ? അമ്മ വേഗം പെട്ടു. അതൊന്നും പറ്റില്ല, അവൾ പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, പഠിപ്പിച്ചേ തീരൂ, എങ്ങനെയായാലും കൊണ്ടാക്കണം എന്നിട്ട് അച്ഛനും അമ്മയും തന്നെ കൂടെ കൊണ്ടാക്കി എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാക്കി. അതേമാതിരി പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയായി, IRAയിൽ സയൻറ്റിസ്റ്റായി. ഇനി സ്കൈ ഈസ് ദ ലിമിറ്റ് എന്നുള്ള സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് വിവേകാനന്ദ സ്വാമിയോട് ചെയ്ത പണ്ടത്തെ എൻ്റെ സത്യസങ്കല്പം ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതം അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതിങ്ങനെ ഓർമ്മ വരാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനും ഏകനാഥരാനടിയുമായി പരിചയപ്പെടാനൊക്കെ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പറയും, നിനക്ക് ഭ്രാന്തുണ്ടോ ഈ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടാണ് ജീവികളെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട്? വിവേകാനന്ദ സ്വാമിക്ക് അർപ്പിക്കപ്പെട്ട ജീവിതം അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. അതുകൊണ്ട് നീ വേഗം വരണം, കന്യാകുമാരിയിൽ ചേരണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അച്ഛനോ പോയി കഴിഞ്ഞു, ഇനി അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ സമ്മതിക്കുമോ എന്നാണ് അറിയില്ല. അമ്മയുടെ അനുഗ്രഹം കൂടാതെ ഞാൻ ഒന്നും ചെയ്യില്ല, അമ്മ അനുഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ വരുള്ളൂ എന്ന് പറയും. വേഗം പറഞ്ഞു, നീ സംശയിക്കണ്ട, അമ്മ അനുഗ്രഹിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ ഞാനല്ല പറയുന്നത്, സ്വാമി വിവേകാനന്ദനാണ് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നത്. അതുകൊണ്ട് പോയിട്ട് അമ്മോട് അനുഗ്രഹം വാങ്ങിക്കൊള്ളൂ എന്ന് പറയും. ഞാൻ വന്നു, തൃശ്ശൂരെത്തി, അമ്മയുടെ പിറന്നാളിന് പങ്കെടുത്തു. പിറന്നാളൊക്കെ കഴിഞ്ഞിട്ട് അമ്മോട് പറഞ്ഞു, അമ്മേ ഞാൻ വിവേകാനന്ദ കേന്ദ്രത്തിൽ ചേരട്ടെ, അതിന് പോവുകയാണെന്ന്. ഒരു നിമിഷം പോലും ഇത് വിഷമം കാണിക്കാതെയോ ഇത് കാണിക്കാതെ, മകളെ നിനക്ക് അതല്ലേയായിരുന്നു മോഹം കുട്ടിക്കാലത്ത്, എന്താ 8-9 വയസ്സ് മുതൽക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്നതാണ് വിവേകാനന്ദ ചരണങ്ങളിൽ ജീവിതം അർപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ ആ മഹാമനസ്കത. അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊന്ന് ചിന്തിച്ചേനെ. പക്ഷേ അമ്മ ഉടനെ പറഞ്ഞു, എൻ്റെ അനുഗ്രഹം എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്, പോയിട്ട് വരൂ, അതുകൊണ്ട് വിവേകാനന്ദ കേന്ദ്രത്തിൽ ചേർന്നോളൂ എന്ന് പറയും. അങ്ങനെ സന്തോഷത്തോടെ പോയി എന്നെ സമർപ്പിച്ചു. പിന്നെ എപ്പോൾ ഞാൻ കന്യാകുമാരിയിൽ നിന്ന് അമ്മയെ കാണാൻ വന്നാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അമ്മ പറയാം, നീ ലൗകിക ജീവിതമൊക്കെ വിട്ടു നിൽക്കുന്നതല്ലേ, അതുകൊണ്ട് അതിലേക്ക് വേണ്ടി ഇവിടെ വന്ന് താമസിക്കൊന്നും വേണ്ട, ഒരു ദിവസം അമ്മയെ കാണാൻ വന്നോളൂ, പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് പൊക്കോളൂ, അങ്ങനെ മതി, നീ അവിടെ ഇരിക്കണമെന്ന് അറിയാനാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെ ആ ഡിറ്റാച്ച്ഡായിട്ടുള്ള, ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മയുടെ സ്നേഹം മമതയില്ലാത്ത സ്നേഹമാണ്. സ്നേഹം കൊണ്ട്, അയ്യോ അവൾ വരണ്ട, അവൾക്ക് ചീരക്കറി ഇഷ്ടമാണ്, നാളെ കുമാരി എത്തും, അതുകൊണ്ട് ചീര മസ്കി ഉണ്ടാക്കി വെക്കണം, അങ്ങനെ വരെ ഓർമ്മിക്കും. പക്ഷേ ദർ ഈസ് നോ മമത ഇൻ ഇറ്റ്. അങ്ങനെ മമതയില്ലാതെ സ്നേഹിക്കാൻ, ഹൃദയം തുറന്ന് മമതയില്ലാതെ എൻ്റെ എനിക്ക് എന്ന് ചിന്തിക്കാതെ സ്നേഹത്തിൻ്റെ അപാരമായിട്ടുള്ള മഹിമയും വളർച്ചയും വികാസവും അത് പഠിപ്പിച്ചു തന്നത് അമ്മയാണ്. അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ അമ്മമാരായിരിക്കണം നിങ്ങളെല്ലാവരും. ഇന്ന് ഹിന്ദു സമുദായത്തിൽ വോളണ്ടിയർ ഫോഴ്സിൽ ചേരാൻ ആരുമില്ല. വിവേകാനന്ദ കേന്ദ്രം, ഞാൻ സങ്കടത്തോടെ പറയുകയാണ്, വിവേകാനന്ദ കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് ജീവൻ പ്രതികളായിട്ട് 2 പേരേ ഉള്ളൂ. ഞങ്ങൾ 3 പേര് പ്രസിഡൻഷ്യൽ പോസ്റ്റിലൊക്കെ ഇരുന്നെങ്കിലും വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സേവനഭാവത്തിൽ വന്നിരിക്കുന്നത് 2 പേരേ ഉള്ളൂ. എന്താ?
അയ്യോ പറ്റില്ല, എൻ്റെ മകനോ, അവന് പോകണം, അവന് പഠിക്കണം, ഇംഗ്ലണ്ടിൽ പോകണം, അമേരിക്കയിൽ പോകണം, കാശുണ്ടാക്കണം. പിന്നെന്താ, എന്നെ മറക്കും, വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് ഞാൻ അവിടെ കിടന്ന് ചാവും, ഒരാൾ നോക്കാനും ഉണ്ടാവില്ല. അതിനമ്മമാർ തയ്യാറാണ്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി, ദേവകാര്യം ചെയ്യാൻ വേണ്ടി മക്കളെ പ്രചോദനം നൽകാൻ അമ്മമാരിന്ന് കേരളത്തിലില്ല. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. അതുകൊണ്ടാണ് എന്നോട് എപ്പോഴും ചോദിക്കും, ലക്ഷ്മിയും കൂടിയും ചോദിക്കാറുണ്ട്, അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നാ ഇത്ര, എന്നുവെച്ചാൽ അമ്മയാണ് എൻ്റെ ദേവി, അമ്മയാണ് എന്നെ ഞാനാക്കിയത്. അതേമാതിരി നിങ്ങളൊക്കെ മക്കളെ ആദ്യം സേവിക്കാൻ പഠിപ്പിക്കൂ, ത്യാഗത്തിൻ്റെ ഭാഷ പഠിച്ചു കൊടുക്കൂ, ഈശ്വരാർപ്പിതമായി ജീവിതം നയിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കൂ. അതാണ് എനിക്ക് നിങ്ങളോടെല്ലാം പങ്കുവയ്ക്കാനുള്ളത്. അതാണ് അമ്മ എന്നെ പഠിപ്പിച്ചത്.